ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ട ടൈമിൽ എല്ലാവരും അതിൽ ഒരുപാട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീട് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറിയൊരു ഹോം ടൂറാണ്, അപ്പോൾ വലുതായിട്ടൊന്നും ഉദ്ദേശിക്കേണ്ട, ചെറിയൊരു ഹോം ടൂറാണ് കേട്ടോ. അപ്പോൾ ഈ വീട് പാലക്കാട് ചിറ്റൂരാണ് ഈ വീടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യാം. ഇതെൻ്റെ ഏടത്തിൻ്റെ വീടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീട് കാണാം. വളരെ പരിമിതമായ സമയത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. വെറും ഒരു 5 മിനിറ്റിലാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇതാ ഈ വ്യക്തിയുടെ വീടാണ്, അതായത് എൻ്റെ ഹർഷ ചേച്ചീൻ്റെ വീട്. വെറുതെ ഇരിക്കുന്ന ഹർഷ ചേച്ചീനെ ഞാൻ പിടിച്ച് എണീപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഈ വീടിനെ പറ്റി ഒരു ധാരണയുള്ളത് ആൾക്കാണല്ലോ, അപ്പോൾ ആൾ വേണമല്ലോ ഓരോന്നും പരിചയപ്പെടുത്തി തരാനായിട്ട്. എനിക്കറിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേച്ചീനെ പിടിച്ച് എണീപ്പിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഇതാണ് ഫസ്റ്റിലെ ബെഡ്റൂം. അതായത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ്. പിന്നെ വലിയൊരു കട്ടിലിട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അധികം സ്പേസ് ഇല്ലാത്ത പോലെ ഒരു തോന്നൽ. ഇനി ഇതാ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇത് പത്തായപ്പുര, ഈ ഇത് നടുമുറി എന്നാണ് പറയണത്, എനിക്കറിയില്ല. പിന്നെ ഇവിടെ അങ്ങോട്ട് ആ ഒരു ഡോറ് പുറത്തേക്കും പോവാം. പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു റൂമും കൂടി ഉണ്ട്. ഇവിടെയാണ് ഈ നെല്ല് അരി ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലം. പിന്നെന്താ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോകുന്നത് പുറത്തോട്ടാണ് കണ്ടോ. പിന്നെ ദാ കാണുന്നത് തൊഴുത്താണ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ വരുന്നത് ഇങ്ങനെ ഒരു ബെഡ്റൂം. പിന്നെ അതാ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വരുന്നത് ഇത് നടുമുറി കാണിച്ചില്ലേ. അത് കഴിഞ്ഞ് ഇതാ നേരെ വരുന്നത് കോണി റൂമാണ്. പിന്നെ കോണി റൂമാണ്. പിന്നെ അതിന് ശേഷം എന്താ ഈ ഐഫോൺ ഉള്ളതായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയത് തോന്നും. അത് കഴിഞ്ഞ് ദേ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോയിൽ കണ്ട ഇതിനെന്താ പറയുക, ഡൈനിങ് ഹാൾ, ഇങ്ങനെ ഒരു സ്ലാബ്. പിന്നെ അതാ ഇവിടെ നിന്ന് ഇങ്ങനെ അടുക്കള. ഇവിടെ ഞാൻ ഒരു സംഭവം കാണിച്ചു, ഇതുവഴി നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും കേട്ടോ. അതിനകത്തത്തെ ഒരു വീഡിയോയിൽ ഇത് തുറന്നു കഴിഞ്ഞാൽ അപ്പുറത്തൊരു കിണറുണ്ട് അങ്ങോട്ട്. പക്ഷെ ആ ഡോറ് തുറക്കാൻ കുറച്ച് പാടായതുകൊണ്ട് അത് തുറക്കുന്നില്ല. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു സ്ഥലം. ഇതൊന്നും തുറക്കും. ഇതെന്തിനാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇത് എത്ര കാലം പഴക്കമുണ്ട്? ഇത് 10-80 കൊല്ലം പഴക്കമുള്ളൊരു സാധനമാണ്. ഈ ചേച്ചിയുടെ അച്ഛൻ്റെ കുട്ടിക്കാലത്തുള്ളൊരു സാധനമാണ്. പത്തായ പെട്ടി. ഈ നെല്ലും സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നൊരു സ്ഥലമാണ് ഇത്. ഒലക്ക, ഇതാണ് ഒലക്ക. ഇതാണ് പണ്ടിങ്ങനെ അരിയൊക്കെ കുത്തിക്കൊണ്ടിരുന്ന സാധനം. ഇവിടെ കുറേ പഴക്കമുള്ള സാധനങ്ങളും കാണാം. ഇതുണ്ടോ? അങ്ങനെ ദേ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പണ്ടത്തെ അലമാര അല്ലേ, പണ്ടത്തെ അലമാര. അതാ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പുറത്തോട്ട് വന്നാൽ ഇങ്ങനെ ഒരു വ്യൂ. പിന്നെ ബാത്റൂമും കാര്യങ്ങളും. അതാ കാണുന്ന ഒരു പെര കണ്ടോ, അതാണ് തൊഴുത്ത്. ഇപ്പോൾ യൂസ് ഇല്ല, പശുവിനെ കൊടുത്തിട്ട് കുറച്ചായി. കണ്ടോ ചൂലൊക്കെ ഇങ്ങനെ എടുത്തിരിക്കുക. പിന്നെ അതാ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇപ്പോഴും ഇങ്ങനത്തെ അടുപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവിടെയും ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിണർ. അവിടുത്തെ ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത അമ്പലം ഉള്ളതുകൊണ്ട് അവിടുത്തെ പാട്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അകത്തുനിന്ന് കണ്ടില്ലേ, ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ ഇതാ ഈ കാണുന്ന കിണറിലോട്ട് വരും. ആ വഴി അങ്ങനെ ഫ്രണ്ടിലോട്ട് പോവാം. പിന്നെ അതാ ഈ വീടിൻ്റെ സൈഡിൽ കൂടെ ഒരു കനാൽ ഒഴുകുന്നുണ്ടേ. അമ്പലത്തിലെ പാട്ട് കേൾക്കും, ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും, കുഴപ്പമില്ല. ഇത് കണ്ടോ, ഈ വീടിൻ്റെ സൈഡിൽ കൂടെ ഒരു കനാൽ പോകുന്നുണ്ടോ. ഇതൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വീടിൻ്റെ ചെറിയൊരു ഹോം ടൂർ വീഡിയോ ആണേ. ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും കേട്ടോ, സ്വാഭാവികം. കഴിഞ്ഞില്ലേ. പിന്നെ നമുക്ക് വീടിൻ്റെ ബാക്കിലൂടെയാണ് കേട്ടോ ഞാൻ പോണേ.
ഇതാണ് തൊഴുത്ത്, ഇവിടുത്തെ തൊഴുത്ത്. ഇത് പിടിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ടില്ല. ഇതാണ് ഇവിടുത്തെ തൊഴുത്ത്. ഇപ്പോൾ ഇവിടെ പശുവൊന്നും ഇല്ല കേട്ടോ. അതായത് ആ ഗേറ്റ് വഴി നമുക്ക് പുറത്തോട്ട് പോവാം. അങ്ങനെ ഞാൻ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഹർഷ ചേച്ചിൻ്റെ വീടിൻ്റെ ചെറിയൊരു ഹോം ടൂർ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത അതായത് അടിപൊളി വീട് എന്നൊക്കെ പറഞ്ഞ് വീട് ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവർക്കൊക്കെ കൂടി ഞാൻ ചെയ്തൊരു ഹോം ടൂറാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് തന്നെ ഒരുപാട് ഹർബറായിട്ട് എടുക്കുന്നതാണ്. കാരണം രാവിലെ ഞാൻ പോയിട്ട് കറണ്ട് പോയിട്ട് വൈകിട്ട് 5 മണിക്കാണ് വന്നത്. കറണ്ട് ഇല്ലാതെ നമുക്ക് ആ വീടിൻ്റെ ഹോം ടൂർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.